ഹല്ലേലൂയ. സ്തോത്രം. ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസം ഇന്ന് ഞാൻ ദൈവവചനവുമായിട്ട് നിങ്ങളുടെ മുന്നിലായിരിക്കുന്നത്. നമ്മുടെ ദൈവം ഭൂമിയിലേക്ക് വന്ന് നമുക്ക് വേണ്ടി ഒരു വലിയ കാര്യം ചെയ്തു തീർത്ത ആ ദിവസം തൊട്ടടുത്താണ്. അപ്പോൾ നമ്മുടെ കലണ്ടർ പ്രകാരം നോക്കുമ്പോൾ ഇന്നലെ ദുഃഖവെള്ളി, ഗുഡ് ഫ്രൈഡേ ആണ്. ഏറ്റവും നല്ല ഒരു കാര്യം നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി ചെയ്തതാണ്. അപ്പോൾ ആ ദൈവം ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് ദൈവപുത്രൻ എന്ന ആ രീതി സ്വീകരിച്ച് നമുക്ക് വേണ്ടി അവസാന തുള്ളി രക്തം വരെ ചിന്തിത്തന്ന ആ ദൈവം അവിടെ വചനം പറയുന്നു, തൻ്റെ സ്വന്തം പുത്രനെ ആദരിക്കാതെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി തന്നവൻ അവനോടുകൂടെ സർവ്വതും നിനക്ക് നൽകാതെ ഇരിക്കുമോ എന്നുള്ളൊരു ചോദ്യം ബൈബിളിലുണ്ട്. അപ്പോൾ അതിനോടനുബന്ധിച്ചുള്ളൊരു വചനമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. എന്ന് വെച്ചാൽ നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. നിങ്ങൾ വിചാരപ്പെടുന്നത് എന്തിനാണ്? സകലതും നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ച് കഴിഞ്ഞു. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. അവിടെ പറയുന്ന ആ 7 മൊഴികളിൽ ദൈവത്തിൻ്റെ ഏറ്റവും അവസാനത്തെ വാക്ക് ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്നാണ്. എന്നുവെച്ചാൽ എല്ലാം ചെയ്ത് തീർത്ത് കഴിഞ്ഞു, ഇനിയൊരു ബലിയില്ല. ഇപ്പോൾ ലോകപ്രകാരം നോക്കിയാൽ നാളെ ഈസ്റ്റർ ദിനമാണ്. ഇന്ന് ശനിയാഴ്ച. ആൾക്കാർ പറയുമ്പോൾ ദുഃഖശനി, ദുഃഖവെള്ളി എന്നതാണ്. പക്ഷേ നമ്മുടെ വിശ്വാസികളുടെ ജീവിതത്തിൽ ഇത് ഏറ്റവും സന്തോഷകരമാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ദൈവം മനുഷ്യന് വേണ്ടി ഇറങ്ങി വന്ന ഏറ്റവും വലിയ പ്രവൃത്തി, ഏറ്റവും വലിയ ബലി അത് ചെയ്തു കഴിഞ്ഞു. അപ്പോൾ അവനോട് കൂടി സകലം ചെയ്ത് തീർന്നെന്ന് ആ വലിയ ദൈവം, പിതാവാം ദൈവം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഞാനിന്ന് പറയാൻ വരുന്ന വചനം അതല്ല. അതായത് നമ്മുടെ മത്തായി 6:25 എന്ന് പറഞ്ഞൊരു വാക്യമാണ്. സ്തോത്രം. അപ്പോൾ അത് മത്തായി 6:25 വാക്യം. അത് ഇങ്ങനെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ വിചാരപ്പെടരുത്. അപ്പോൾ യേശു തൻ്റെ കൂടെ ഉള്ളവരോടും കൂടെ നിൽക്കുന്നവരോടും പറയുന്നൊരു വചനമാണത്. നിങ്ങൾ വിചാരപ്പെടുന്നത് എന്തിന്? അപ്പോൾ അവിടെ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. വിചാരപ്പെടും. ഒരു മനുഷ്യൻ എന്തൊക്കെ ലോകത്തിൽ എന്തൊക്കെ ഓർത്ത് വിചാരപ്പെടും, അതിനെക്കുറിച്ചൊക്കെ യേശു അവിടെ പറഞ്ഞിട്ട് പറയുകയാണ്. അപ്പോൾ അതാണ് ഇന്ന് ഈ ഒരു ലൊക്കേഷനിലോട്ട് വരാനുണ്ടായൊരു കാര്യം തന്നെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ താമരയെക്കുറിച്ചൊരു കാര്യം അവിടെ യേശു പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ ഭൂമിയിൽ ആ ദൈവം വന്നപ്പോൾ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇങ്ങനൊരു പൂവിനെക്കുറിച്ച് പറഞ്ഞതായിട്ട് എൻ്റെ അറിവിലില്ല. ഞാൻ കണ്ടിട്ടും കേട്ടിട്ടുള്ള ഇത് ഈ ഒരൊറ്റ കാര്യം മത്തായി 6:25. അപ്പോൾ അവിടെ പറയുന്നു, നിങ്ങളാ വയലിൽ വളരുന്ന താമരയെ നോക്കുവേൻ, തോട്ടിൽ വളരുന്നത്. ഇപ്പോൾ എൻ്റെ പുറകിൽ അല്ലെങ്കിൽ ഇപ്പം എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഈ താമര. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ താമരയെ നോക്കുക. അവിടെ പറയുന്നത്, അതായത് നിങ്ങൾ എന്തിനു വിചാരപ്പെടുന്നത്? ഈ താമര എന്ന് പറഞ്ഞാൽ എന്താ? ഇത് താമര, ഇതിൻ്റെ തണ്ടൊരു ലോലമായ ഒരു തണ്ട. ശരിക്കും പറഞ്ഞാൽ ഈ തോട്ടിലൂടെ ഓടിപ്പോകുന്ന ഒരു ചെറിയ മീൻ വന്നിടിച്ചാൽ അത് 2 കഷ്ണമായിട്ട് പോകും, തണ്ട് വിട്ടുപോകും. ആ തണ്ടാണെങ്കിലോ അത് വെറും അഗ്ലിയായിട്ട് കിടക്കുന്ന ഒരു ചെളിക്കകത്തു നിന്ന് ഉണ്ടായി വന്നിരിക്കുന്ന ഒരു തണ്ടിൽ നിന്ന് ലോലമായ വെള്ളം മാത്രം നിറഞ്ഞിരിക്കുന്ന ആ തണ്ടിൽ ഉണ്ടായി വരുന്ന ഏറ്റവും മനോഹരമായ ഒരു പുഷ്പമാണ് ഈ താമര. അപ്പോൾ ഈ താമര, അതോടെ യേശു അവിടെ പറയുന്നത്, അപ്പോൾ ഈ താമരയുടെ ഒരു കളർ കോമ്പിനേഷൻ ഇപ്പോൾ നമ്മുടെ കണ്ണുകൾ കൊണ്ട് നോക്കി നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് നോക്കി. ഇതിപ്പോൾ ഞങ്ങളിന്ന് വന്നിരിക്കുന്ന ഒലിപ്പുറം എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. എൻ്റെ ഒരു സഹോദരങ്ങളുടെ വീട് ഇവിടെ തൊട്ടടുത്തുണ്ട്. അവിടെയാണ് ഞങ്ങൾ വന്നത്. സാലി ചേച്ചി, മക്കൾ എൽദോസ്, അലീന, അവരാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. എൻ്റെ മോൻ ഷൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഇന്ന് പറയാൻ കാര്യം, ഈ താമരയ്ക്ക് വല്ല വിചാരമുണ്ടോ? പക്ഷേ ഈ താമരയെക്കുറിച്ച് സൃഷ്ടാവ് ദൈവം ഇത് പറഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം അവിടെ പറയുന്നത്, നിങ്ങൾ ആ താമരയെ നോക്കുക. അത് ഈ ചെളിയിൽ, എന്ന് വെച്ചാൽ ചെളി വെറും അഗ്ലിയായിട്ട് കിടക്കുന്ന ഒരു ചെളിയിൽ നിന്ന് വളർന്ന് ലോലമായ ഒരു തണ്ട്. ഒരു പൂഞ്ഞാട്ടി വന്ന് ഇടിച്ചാൽ പോലും അത് പൊട്ടിപ്പോവും.
അങ്ങനെയുള്ള തണ്ടിനകത്ത് വന്നിട്ട് അത് മുകളിലോട്ട് വരുമ്പോഴത്തേന് ഇതിനെക്കുറിച്ചാണ് യേശു അവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ശലോമോൻ രാജാവ് എന്ന് വെച്ചാൽ സോളമൻ, ദാവീദ് രാജാവിൻ്റെ മകൻ, യെരൂശലേം ദേവാലയം പണിത ആ വലിയ വ്യക്തി എന്ന് വെച്ചാൽ യേശു ക്രിസ്തു വന്ന് സ്നാനപ്പെടാനായിട്ട് ആ കാരണമായി തീർന്ന ആ ദേവാലയം പോലും ഉണ്ടാക്കിയ ദൈവം അനുവാദം കൊടുത്ത ആ ശലോമോൻ രാജാവിനെക്കുറിച്ച് യേശു ഇവിടെ മത്തായി 6:25 പറഞ്ഞിരിക്കുന്നത് ഈ താമരയോളം പോലും ഈ ശലോമോൻ ഒരുങ്ങിയിട്ടില്ല. എന്ന് വെച്ചാൽ ശേബായിലെ രാജ്ഞി അവിടെ പറയുന്നുണ്ട്, ഏതൊരു ഇതിൽ ശേബ രാജ്ഞി പറയുന്നുണ്ട് ഇങ്ങനെ, അത് ശലോമോൻ എന്ന് വെച്ചാൽ ശലോമോൻ അത്രയ്ക്ക് സ്വർണങ്ങളും വൈഡൂര്യങ്ങളും രത്നങ്ങളും ഒക്കെ ഉള്ള വലിയൊരു രാജാവാണ്. ഈ ശലോമോനെ കണ്ട് ശേബ രാജ്ഞി കൊതിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ ശലോമോൻ്റെ ആ ആഡംബര വിഭൂഷിതമായ വേഷം കണ്ടിട്ട്, എന്നുവെച്ചാൽ അത്രയ്ക്ക് കോടിപതിയാണ്. എന്ന് വെച്ചാൽ രാജാവിനെ അവൻ്റെ കുലത്തിൽ മനുഷ്യനായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ആ ഒരു കാര്യം ഓർമ്മിക്കത്തക്ക വിധത്തിലാണ് അവിടെ ഒരു വചനം പറയുന്നത്. എന്ന് വെച്ചാൽ ആ ശലോമോനെ കണ്ട് ആഗ്രഹിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഏതൊരു ലേഖനത്തിൽ സുവിശേഷത്തിലുണ്ട് അതിനെക്കുറിച്ച്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. അപ്പോൾ അവിടെ പറയുന്നത് അപ്പോൾ യേശു ഇവിടെ പറയുന്നത് ഈ ശലോമോൻ രാജാവ് പോലും ഈ ദാവീദിൻ്റെ മകനായ ഈ സോളമൻ പോലും ഇതുപോലെ ഒരുങ്ങിയിട്ടില്ല. എന്നിട്ട് ഈ താമര കാണിക്കുകയാണ്. ഈ താമരയുടെ ഈ കളർ കോമ്പിനേഷൻ, ഇതിൻ്റെ കളർ കോമ്പിനേഷൻ ഒരു മനുഷ്യനും അത് ഇത് ചെയ്യാൻ പറ്റില്ല. ഇന്നത്തെ ഒരു ടെക്നോളജിയും ആർക്കും ഒരു ഫാഷൻ ടെക്നോളജിയിലും ഇങ്ങനൊരു കളർ കോമ്പിനേഷൻ ഐഡിയ ചെയ്യാൻ പറ്റില്ല. ഇന്നത്തെ കമ്പ്യൂട്ടർ യുഗത്തിലോ ഇനി AI യുഗത്തിലോ ഒന്നും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആക്കിയോ ഒന്നും ചെയ്യാൻ ഈ കളർ കോമ്പിനേഷൻ പറ്റില്ല. അവിടെയാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് ഈ താമരയെ ശലോമോനോട് ഉപമിപ്പിക്കുകയാണ്. പക്ഷേ ശലോമോൻ രാജാവ് പോലും ഇതിൻ്റെ ഈ ഒരു വെറും ഈ ചേറിൽ നിന്ന് വളർന്നു വരുന്ന ഈ താമരയെ ഞാൻ ഇത്രത്തോളം മനോഹരമാക്കുന്നുണ്ടെങ്കിൽ പൊന്നു മക്കളെ, നിങ്ങളെ എത്രത്തോളം, നിങ്ങളെ ഞാൻ സ്വന്തം പുത്രനെ തന്ന് നിങ്ങളുടെ അവസാന തുള്ളി രക്തം വരെ ചിന്തിയത് നിങ്ങൾക്ക് വേണ്ടിയാണ്. നിങ്ങളെൻ്റെ മക്കളാണ്. സ്തോത്രം. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇതാണ് എന്നെ കേൾക്കുന്നത് നിങ്ങളോട് ഞാൻ പറയുന്നത്. നിങ്ങളാരും ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടുന്നത്, നിങ്ങൾക്ക് വേണ്ടി മുഴുവൻ കാര്യങ്ങളും ദൈവം സ്വർഗത്തിലല്ല ഇവിടെ തന്നെ ഒരുക്കി വെച്ചിരിക്കുന്നു. അത്ഭുതകരമാക്കി തീരും. എന്നെ ശ്രദ്ധിക്കുന്നതോട് ഞാൻ പ്രത്യേകം പറയുന്നു, ഒന്നിനെക്കുറിച്ചും നമ്മുടെ ഭൗതിക കാര്യങ്ങളെക്കുറിച്ചോ നമ്മുടെ ഭവനത്തിലെ കാര്യങ്ങളെക്കുറിച്ചോ നമ്മുടെ ആരോഗ്യ കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും വിചാരപ്പെടണ്ട. നമുക്ക് വേണ്ടി ആ ദൈവം എല്ലാം ചെയ്തു കഴിഞ്ഞു. കണ്ടോ, നോക്ക്, ഈ താമരയെ, ഈ ചെളിയിൽ നിന്ന് വളർന്നു വരുന്ന ഈ താമര ഇത്രത്തോളം മനോഹരമാക്കി ആ സോളമൻ രാജാവിനോട് താരതമ്യപ്പെടുത്താമെങ്കിൽ നമ്മുടെ ദൈവം നമ്മളെ എത്രത്തോളം നമ്മളെ ഉയർത്തി മാനിക്കും. എന്നുവെച്ചാൽ സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി തന്ന ആ ദൈവം അവൻ്റെ അവസാനത്തുള്ളി രക്തം വരെ തന്നെങ്കിൽ ഈ ശലോമോൻ രാജാവോ താമരയൊന്നും അല്ല ഇവിടെ ഏറ്റവും പ്രധാനം. നമ്മുടെ ദൈവത്തിന്, നമ്മുടെ ക്രൂശിത സമയത്ത് അവിടെ യേശു ക്രൂശിൽ നിന്ന് ഒരു കാര്യം ചോദിക്കുന്നുണ്ട്, പിതാവേ അങ്ങ് എന്നെ കൈവിട്ടോന്ന്. വിട്ടു നമുക്ക് വേണ്ടി. എന്താ, സ്വന്തം പുത്രനെ ആദരിക്കാതെ നിന്നെ ഈ കണ്ണുപൊട്ടനായ ഡെന്നീസിനെ ആദരിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങളെല്ലാവരും മനോഹരം അനുഗ്രഹിക്കപ്പെടും, അത്ഭുതമാവും. കർത്താവ് അത്ഭുതമാക്കുക തന്നെ ചെയ്യും, ഏറ്റവും അനുഗ്രഹമാവും. അപ്പോൾ ഈ വയലിലെ പുല്ലിനെയും താമരയൊക്കെ ഇത്രത്തോളം മനോഹരമാക്കുന്ന നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി സ്വന്തം പുത്രനെ തന്നെങ്കിൽ അവനോടുകൂടി ഇനി എന്തെങ്കിലും നൽകാനുണ്ടോ? പ്രിയ ദൈവമക്കളെ, നിങ്ങളൊന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. സന്തോഷമായിട്ടിരിക്കുക, സ്തോത്രം ചെയ്യുക. കിട്ടുമ്പോഴൊക്കെ ദൈവം നാം മഹത്വപ്പെടുത്തുക. ഞാൻ ഒത്തിരി പാടുപെട്ട് ഇന്ന് ഈ തോട് വരെയും വരാനായിട്ട്. പക്ഷെ എന്നാൽ എനിക്കറിയാം എൻ്റെ കർത്താവ് എനിക്ക് വളരെ വലിയ കാര്യങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം തന്നെ സ്വർഗം അത് തുറന്നു തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എന്നെ കൊണ്ടുവന്ന ഈ അലീന, എൽദോസ്, ഇവരുടെ കുടുംബം, ഇവരെല്ലാം അനുഗ്രഹിക്കപ്പെടും. അത്ഭുതങ്ങൾ നടക്കും ഈ ദിവസങ്ങൾ. ടു ബി കണ്ടിന്യൂഡ്. അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനത് വിശ്വസിക്കുന്നു. അത്ഭുതമാവും, അനുഗ്രഹമാവും. അപ്പോൾ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് ഞാൻ ഇത്ര നേരം താമരയും പിടിച്ച് നിന്നത്. എൻ്റെ പുറകിൽ ഒലിപ്പുറം എന്നുള്ള സ്ഥലത്തുള്ള ആമ്പലൊക്കെ വിരിഞ്ഞ് നിൽക്കുന്നു.
ഇതൊക്കെ ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്. ഈ സൃഷ്ടിയെ ദൈവം ഇത്രത്തോളം മനോഹരമാക്കിയെങ്കിൽ നമ്മളെ ദൈവം എത്രമാത്രം മനോഹരമാക്കും. നിങ്ങൾ അതുമാത്രം ചിന്തിച്ചാൽ മതി. ഞാൻ പ്രത്യേകം ഒരു വചനമോ ഒരു എപ്പിസോഡോ ഒന്നും ആയിട്ടല്ല, ഞാൻ ഈ ഒരു കാര്യം എൻ്റെ മനസ്സിൽ പറയാതിരിക്കാൻ വയ്യ. ദൈവം നമുക്ക് വേണ്ടി എന്തും ചെയ്യും, അവൻ എന്തും ചെയ്യും. സ്തോത്രം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സന്തോഷമായിരിക്കുക. കഴിയുമ്പോഴെല്ലാം ദൈവം നാം മഹത്വപ്പെടുത്തുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക. നമുക്ക് അതേ ചെയ്യാനുള്ളൂ. കർത്താവിന് കൊടുക്കാൻ നമുക്ക് അതുമാത്രമേ ഉള്ളൂ. നമ്മുടെ ലേഖനങ്ങളൊക്കെ പറയുന്ന പോലെ നിങ്ങളുടെ സ്തോത്രം സ്തുതിയും അതുമാത്രം മതി. അപ്പോൾ എല്ലാ മഹത്വം യേശുവിന് കൊടുത്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. കർത്താവ് നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഏറ്റെടുക്കുക, വളരെ അനുഗ്രഹമായിരിക്കും, അത്ഭുതമാക്കും. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.